നമസ്കാരം, ഞാൻ സനൽകുമാർ മുഹമ്മദ്. പ്രദക്ഷിണ വഴി എന്നുള്ള പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വിശ്വപ്രസിദ്ധമായ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ്. ചെട്ടികുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര, കാർത്തികപ്പള്ളി, കായംകുളം എന്നീ സ്ഥലങ്ങൾ ചേർന്ന് ഓണാട്ടുകര എന്നറിയപ്പെടുന്നു. ആയതിനാൽ ചെട്ടികുളങ്ങര അമ്മയെ ഓണാട്ടുകരക്കാരുടെ കുലദൈവം എന്നാണ് അറിയപ്പെടുന്നത്. അമ്മേ ഭഗവതി ഭദ്രകാളി ദേവി ആദിപരാശക്തി കൈതൊഴുന്നേൻ. ഇന്ദ്രാദിദേവ ത്രിമൂർത്തി തൻ തേജസാലുണ്ടായ ഭദ്രേ ഞാൻ കൈതൊഴുന്നേൻ. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയായ ശ്രീഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭഗവതിയുടെ മനോഹരമായ ദാരുബിംബം കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ഭദ്രകാളിയുടെ ചെറിയ കണ്ണാടി ബിംബവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈരേഴുലോകം മുടിച്ച മഹിഷനെ നിഗ്രഹിച്ച നിന്നെ കൈതൊഴുന്നേൻ. ഒട്ടും മടിക്കാതെ ശത്രുവെ കൊല്ലുന്ന ഉഗ്രഭഗവതി കൈതൊഴുന്നേൻ. അമ്മേ ഭഗവതി ഭദ്രകാളി ദേവി ആദിപരാശക്തി കൈതൊഴുന്നേൻ. ഇന്ദ്രാദിദേവ ത്രിമൂർത്തി തൻ തേജസാലുണ്ടായ ഭദ്രേ ഞാൻ കൈതൊഴുന്നേൻ. ആദിപരാശക്തിയുടെ 3 ഭാവങ്ങളിൽ ഒന്നാണ് ഭദ്രകാളി. കുംഭഭരണിയിലാണ് പ്രസിദ്ധമായ കെട്ടുകാഴ്ച. കുംഭഭരണിക്ക് നാട്ടുകാർ കൊഞ്ചുമാങ്ങ എന്ന പ്രത്യേക വിഭവം തയ്യാറാക്കുന്നു. ഇത് ഭഗവതിയുടെ പ്രസാദമായാണ് സദ്യയിൽ വിളമ്പുന്നത്. 13 കരകൾ ചേർന്നതാണ് ക്ഷേത്രം. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, കടവൂർ, പേള, മറ്റം തെക്ക്, മറ്റം വടക്ക്, കാഞ്ഞിലിപ്ര, മേനാമ്പള്ളി, നടക്കാവ് എന്നിവയാണ് ഈ 13 കരക്കാർ ചേർന്ന് നടത്തുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടുകാഴ്ച എന്ന മഹനീയമായ ആചാരത്തിലൂടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കുംഭഭരണി ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. കുത്തിയോട്ടവും ചാന്താട്ടവുമാണ് പ്രധാന വഴിപാട്. കുംഭഭരണിക്ക് ശേഷം മീനമാസത്തിലെ അശ്വതി നാളിൽ കുട്ടികളുടെ കെട്ടുകാഴ്ച നടക്കുന്നു. കെട്ടുകാഴ്ച എന്ന ആചാരം പുതുതലമുറയിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കാനാവാം കുട്ടികൾ തയ്യാറാക്കുന്ന ചെറിയ കെട്ടുകാഴ്ച എന്ന സമ്പ്രദായം ഉണ്ടാക്കിയത്. ചെട്ടികുളങ്ങര ഭഗവതി വർഷം തോറും കൊടുങ്ങല്ലൂർ മീനഭരണിക്ക് പോകുമെന്നാണ് വിശ്വാസം. ഒരു ദിവസത്തേക്കാണെങ്കിലും മീനഭരണിക്ക് പോകുന്ന അമ്മയെ വേർപിരിയുന്നത് ഓരോ ഭക്തനും വേദനയുണ്ടാക്കുന്നു. ഭക്തർക്ക് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും നേർക്കാഴ്ചയാണ് ഈ ചടങ്ങ്. മണിയൻ, ചെട്ടികുളങ്ങര മണിയൻ എന്ന് പറയുന്ന ആളാണ്. ചെട്ടികുളങ്ങര അമ്മയുടെ ഒരു ഭക്തനായിട്ട് ഇവിടെ ഇരിക്കുന്ന 2 ദിവസം ഇന്നലെ ഇവിടെ ഇരുന്നു, ഇന്നും ഇരുന്നു. അപ്പം നമ്മുടെ ഈ ചെട്ടികുളങ്ങര അമ്പലത്തിലെ പറ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ കൊടുങ്ങല്ലൂർ വന്നതിന് ശേഷം ഇവിടെ 2 ദിവസത്തെ ശുദ്ധി കലശമുണ്ട്. അത് തന്ത്രിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പത്രത്തിലൊക്കെ അതിനെപ്പറ്റി പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. 1.5 ദിവസം ആണ് അതിൻ്റെ പൂജാകർമ്മങ്ങൾ. ഇന്ന് ഉച്ചയോടുകൂടി അതിൻ്റെ ശീഭൂത വേലി എന്ന് പറഞ്ഞ ശീഭൂത വേലി അതെല്ലാം നടത്തി വീണ്ടും അമ്മയ്ക്ക് ഭക്തജനങ്ങൾക്ക് ഇന്ന് വൈകിട്ട് അകത്ത് കയറാനുള്ള ഒരു ഇത് അമ്മയ്ക്ക് ശക്തിപ്പെടുത്തി അമ്മയെ വീണ്ടും ഒരു
ഇതാക്കി എല്ലാം നമ്മൾ പറക്കൊക്കെ പോകുമ്പം ഓരോ വീടുകളിലൊക്കെ പോയി അശുദ്ധമായിട്ടുള്ള അതെല്ലാം ശുദ്ധിപ്പെടുത്തി ഇന്ന് ഉച്ചയോടുകൂടി അത് തീരും. അത് തന്ത്രിയാണ് ഈ പൂജ ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ട് മുതൽ ഭക്തജനങ്ങൾക്ക് ഇന്ന് ദർശനം അകത്ത് കയറി ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കൊടുങ്ങല്ലൂർ പോകുന്നതിനെ ആസ്പദമാക്കി ഒരു 8 വരി ഞാൻ പാടുകയാണ്. ചേലത്ത പൈങ്കിളി താമര പൈങ്കിളി അമ്മതൻ അത്ഭുത കഥ പറയും, ചെട്ടികുളങ്ങര അമ്മതൻ ദിവ്യമാം കഥ പറയും. ചേലത്ത പൈങ്കിളി താമര പൈങ്കിളി അമ്മതൻ അത്ഭുത കഥ പറയും, ചെട്ടികുളങ്ങര അമ്മതൻ ദിവ്യമാം കഥ പറയും. പണ്ടു കൊടുങ്ങല്ലൂരമ്മയെ ധ്യാനിച്ച് യോഗീശ്വരന്മാർ തപസ്സു ചെയ്തു, മാനങ്കാക്കാനമ്മ മായാമയീ ദേവി കൂടെ എഴുന്നള്ളാൻ തപസ്സു ചെയ്തു. ചേലത്ത പൈങ്കിളി താമര പൈങ്കിളി അമ്മതൻ അത്ഭുത കഥ പറയും, ചെട്ടികുളങ്ങര അമ്മതൻ ദിവ്യമാം കഥ പറയും. ഒന്നു കൽപ്പിച്ചമ്മ ആണ്ടിയിലൊരിക്കലായി മീനപ്പരണിക്കു വിരുന്നു പോകും. അതിവ്യേ നാളിലെ ഭക്തിയും അമ്മതൻ യാത്ര ചോദിപ്പും പ്രസിദ്ധമല്ലോ. അതിവ്യേ നാളിലെ ഭക്തിയും അമ്മതൻ യാത്ര ചോദിപ്പും പ്രസിദ്ധമല്ലോ. ചേലത്ത പൈങ്കിളി താമര പൈങ്കിളി അമ്മതൻ അത്ഭുത കഥ പറയും, ചെട്ടികുളങ്ങര അമ്മതൻ ദിവ്യമാം കഥ പറയും. ഭക്തരോടൊപ്പമേഴുന്നള്ളി മണ്ണിൽ പുണ്യം വിതച്ചമ്മ പാണിടുന്നു. ഈ കഥ പാടുവാൻ ശക്തിയേകുന്നതും മുക്തിയേകുന്നതും അമ്മയല്ലോ. ചേലത്ത പൈങ്കിളി താമര പൈങ്കിളി അമ്മതൻ അത്ഭുത കഥ പറയും, ചെട്ടികുളങ്ങര അമ്മതൻ ദിവ്യമാം കഥ പറയും, ദിവ്യമാം കഥ പറയും, ദിവ്യമാം കഥ പറയും. 1200 വർഷത്തിലധികം പഴക്കമുള്ള ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം.